സ്നേഹം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടമാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമായ ഫൊഗീവ്നെസ്, മറ്റൊരാളോട് ഫൊഗീവ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. നമ്മോട് ഒരാൾ ചെയ്ത തെറ്റിനെ വെറുതെ അങ്ങ് പുറത്തു കൊടുക്കുക, ഒരു ബെനിഫിറ്റും ഇല്ലാതെ, തിരിച്ച് പ്രതിഫലം ഒന്നും നമ്മൾ ആഗ്രഹിക്കാതെ നമ്മോട് ചെയ്ത ഒരു തെറ്റിനെ അങ്ങ് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. മനുഷ്യരാണ് നമ്മൾ. തെറ്റുപറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. തെറ്റുപറ്റുന്നത് മാനുഷികമാണ്. എന്നാൽ ഒരാൾക്ക് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് ദൈവീകമായൊരു കാര്യമാണ്. പുറത്തു കൊടുക്കാൻ പറ്റുന്ന തെറ്റാണെങ്കിൽ അത് പുറത്തു കൊടുക്കുന്നേ. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ടത് സ്നേഹമല്ലേ, അതിനെ ഫോക്കസ് ചെയ്താൽ പോരെ. എന്നാലും എത്രയൊക്കെ മോട്ടിവേഷൻ കേട്ടാലും ചില സമയത്ത് നമുക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം. കാരണം എന്താ, അവർ നമ്മളെ വേദനിപ്പിച്ചതിൻ്റെ മുറിവുകൾ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവരോടുള്ള സ്നേഹവും വെറുപ്പും ദേഷ്യമൊക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത്. ആ വെറുപ്പും ദേഷ്യവും നമ്മൾ മനസ്സിൽ വെച്ച് അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ വല്ലാണ്ട് ബാധിക്കും. നമ്മളൊരു ദേഷ്യം അവരോട് പുറത്തു കൊടുക്കാണ്ട് ആ ദേഷ്യം മനസ്സിൽ വെക്കുമ്പോൾ അത് നമ്മളെയാണ് ബാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഫൊഗീവ്നെസ് നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റാക്കി എടുക്കുക. എന്ത് തെറ്റ് വന്നാലും ഞാൻ പുറത്തു കൊടുക്കും എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ, അതെപ്പോഴും മനസ്സിലുണ്ടാവും. നമ്മൾ ആഴത്തിൽ വേദനിപ്പിച്ചവരെ തിരിച്ചും അതേപോലെ വേദനിപ്പിച്ചാൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നമ്മൾ അവരെ തോൽപ്പിക്കേണ്ടത് ക്ഷമിച്ചു കൊടുത്തിട്ടാണ്. ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു മനസ്സുകൊണ്ടാണ് അവരെ നമ്മൾ തോൽപ്പിക്കേണ്ടത്. ഫൊഗീവ് ചെയ്യുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ക്ഷമിച്ചു കൊടുക്കുന്നതിലൂടെ അത് നമ്മുടെ മനസ്സിനെയാണ് സുഖപ്പെടുത്തുന്നത്, നമ്മുടെ മനസ്സിനെയാണ് റീഫ്രഷ് ആക്കുന്നത്. അതുമാത്രമല്ല, മറ്റുള്ളവരോടുള്ള വെറുപ്പ് ദേഷ്യമൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കുമ്പോൾ നമുക്ക് ഫിസിക്കലി മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് ചേഞ്ചസും ലൈഫിലുണ്ട്. അതുവഴി നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും. ഷുഗർ, പ്രഷർ, ഇതൊക്കെ ഈ ഒരു ദേഷ്യത്തിലൂടെയും ഈ ഒരു സ്വഭാവം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങളൊരാളോട് ഫൊഗീവ് ചെയ്യുന്നതിലൂടെ, നിങ്ങളൊരാളോട് ക്ഷമിച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ഫിസിക്കലി മെൻ്റലി എല്ലാം ഓക്കെ ആവുകയാണ്. നിങ്ങളത് ആ വെറുപ്പിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഹീൽ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രഷായി, നിങ്ങൾക്കൊരു പോസിറ്റീവ് ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ ആ പോസിറ്റീവ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ തന്നെ നിങ്ങളുടെ രോഗങ്ങൾ, സ്ട്രെസ്സ്, മെൻ്റൽ ഹെൽത്തൊക്കെ ഒരുപാട് ചേഞ്ച് ആവും. നമ്മളൊരു ലൈഫ് പോസിറ്റീവായിട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ ഒരുപാട് കുറയും. ഷുഗർ, പ്രഷർ, അങ്ങനത്തെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഷുഗറൊക്കെ നമുക്ക് ബാധിക്കുക. അപ്പോൾ അതൊക്കെ ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ ഫൊഗീവ്നെസ് എന്ന്. അപ്പോൾ ഈ ഫൊഗീവ്നെസ് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നെഗറ്റീവ്സ് ഒന്നും നമുക്ക് വരാനില്ല. പക്ഷേ ഫൊഗീവ് ചെയ്യാത്തതിലൂടെ, നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നെഗറ്റീവ്സുമാണ് നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്, ഫൊഗീവ്നെസ് എല്ലാവരും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക, അത് ലൈഫിൽ ഒരു ഹാബിറ്റാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.